BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ചരിത്ര ദൌത്യം. ആരോഗ്യ പ്രശ്നം നേരിടുന്ന സഞ്ചാരിയുമായി ക്രൂ 11 ഡ്രാഗൺ പേടകം ഭൂമിയിലിറങ്ങി. ഇന്നുച്ചയ്ക്ക് ഇന്ത്യൻ സമയം 2:12 ക്രൂ 11 സംഘവുമായി സ്പേസ് എക്സിന്റെ ഡ്രാഗൺ എൻഡവർ പേടകം കാലിഫോർണിയ തീരത്ത് സ്പ്ലാഷ് ഡൌൺ ചെയ്തത്. ആരോഗ്യ പ്രശ്നം നേരിടുന്ന ബഹിരാകാശ സഞ്ചാരി അടക്കമുള്ള 4 സംഘവുമായാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ISS നിന്നും യാത്ര തിരിച്ച നാസയുടെ ക്രൂ 11 ദൌത്യസംഘം ഭൂമിയിലിറങ്ങിയത്. ഓസ്ട്രേലിയയ്ക്ക് മുകളിലൂടെ സഞ്ചരിക്കുമ്പോഴായിരുന്നു പേടകത്തിന്റെ അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയായത്. 10 മണിക്കൂറിലേറെയാണ് ഭൂമിയിലേക്കുള്ള യാത്രയുടെ സമയം. പ്രത്യേക ബോട്ട് ഉപയോഗിച്ച് ഡ്രാഗൺ എൻഡവർ പേടകത്തെ വീണ്ടെടുത്ത് യാത്രികരെ സുരക്ഷിതരായി കരയിലെത്തിക്കും. 4 ബഹിരാകാശ സഞ്ചാരികളെയും വിശദമായ ആരോഗ്യ പരിശോധനകൾക്ക് വിധേയരാക്കും. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 BJP കൌൺസിലർമാർക്ക് ഹൈക്കോടതി നോട്ടീസ്. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 BJP കൌൺസിലർമാർക്ക് ഹൈക്കോടതി നോട്ടീസ്. CPIM കൌൺസിലർ SP ദീപകിന്റെ ഹർജിയിലാണ് നോട്ടീസ്. സത്യപ്രതിജ്ഞ റദ്ദ് ചെയ്യണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ദൈവനാമത്തിന് പകരം പല ദൈവങ്ങളുടെ പേരുകൾ എങ്ങനെ പറയാനാകുമെന്ന് കോടതി ചോദിച്ചു. സത്യപ്രതിജ്ഞ അന്തിമ വിധിക്ക് വിധേയമാണെന്ന് കോടതി വ്യക്തമാക്കി. അന്തിമ വിധി വരെ കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതും ഓണറേറിയം വാങ്ങുന്നതും വിലക്കണമെന്ന ഇടക്കാല ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. GS ആശാനാഥ്, ചെമ്പഴന്തി ഉദയൻ, R സുഗതൻ അക്കമുള്ള കൌൺസിലർമാർക്കെതിരെയാണ് ഹർജി. കേരളത്തിലെ SIR കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് രേഖകൾ സമർപ്പിക്കുവാൻ സമയം നീട്ടി നൽകണമെന്ന് സുപ്രീംകോടതി. കേരളത്തിൽ SIR കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് രേഖകൾ സമർപ്പിക്കുവാൻ 1-2 ആഴ്ച കൂടി നൽകണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി. സമയം നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം കമ്മീഷനോട് സ്വീകരിക്കുവാൻ കോടതി നിർദ്ദേശിച്ചു. കരട് പട്ടികയിൽ നിന്നും പുറത്തായവരുടെ പേര് വിവരം തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മാല ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. കേരള സർക്കാരും CPM, CPI, കോൺഗ്രസ് തുടങ്ങിയവരാണ് ഹർജി നൽകിയിട്ടുള്ളത്. 24 ലക്ഷം വോട്ടർമാർ കരട് പട്ടികയ്ക്ക് പുറത്തായെന്ന് കേരള സർക്കാർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP സ്ഥാനാർത്ഥി നിർണയം ഉടൻ പൂർത്തിയാക്കും. സഞ്ജുവിന്റെ സ്ഥാനാർത്ഥിത്വത്തെപ്പറ്റി അറിയില്ല, രാജീവ് ചന്ദ്രശേഖർ. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണിന്റെ സ്ഥാനാർത്ഥിത്വം തനിക്കറിയില്ലെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. എനിക്കറിയില്ല, ആരും എന്നോട് സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ സ്ഥാനാർത്ഥി നിർണയം ഉടൻ പൂർത്തിയാക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി. പല മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ BJP തീരുമാനിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. നേമത്ത് താൻ തന്നെയായിരിക്കും BJP സ്ഥാനാർത്ഥിയെന്ന് രാജീവ് ചന്ദ്രശേഖർ ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉൾപ്പെട്ട ഉന്നതരെ അടക്കം നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. കേസിൽ അറസ്റ്റിലായ തന്ത്രിയെ സംരക്ഷിക്കില്ലെന്ന് പറഞ്ഞ അദ്ദേഹം തന്ത്രിയെ ജയിലിലിട്ടപ്പോൾ മന്ത്രി വീട്ടിലിരിക്കുന്നുവെന്നും വിമർശിച്ചു. ആചാരലംഘനം കുറ്റമാണെങ്കിൽ ആദ്യം ജയിലിൽ പോകേണ്ടത് മുഖ്യമന്ത്രി പിണറായിയാണെന്നും രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു. വിസ്മയം തീർക്കുവാൻ പ്രായമുള്ളവരെ തേടിയിറങ്ങിയിരിക്കുകയാണ് VD സതീശൻ, MV ഗോവിന്ദൻ. വിസ്മയം തീർക്കുവാൻ പ്രായമുള്ളവരെ തേടിയിറങ്ങിയിരിക്കുകയാണ് VD സതീശൻ എന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു വിസ്മയവും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. അത്ഭുതം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാണ് ഐഷ പോറ്റിയെ കോൺഗ്രസിലെത്തിച്ചതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വിസ്മയം തീർക്കുമത്രേ, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന്. അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കുവാൻ വേണ്ടിയാണ് ഐഷ പോറ്റിയെ പിടിച്ചത്. ഐഷ പോറ്റി 10 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റായി, 15 കൊല്ലം MLA ആയി. MLA പണി കഴിഞ്ഞ് സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുവാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെടുത്തു. പിന്നീട് ഏരിയ കമ്മിറ്റിയിലേക്ക് എടുത്തു. അങ്ങോട്ടൊന്നും പോയിട്ടേയില്ല. അപ്പോഴൊക്കെ അസുഖമാണെന്നാണ്. അസുഖം എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അധികാരത്തിന്റെ അപകർഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല പ്രശ്നം. അവസരവാദപരമായ നിലപാട്, വർഗവഞ്ചനയുടെ ഭാഗമായ നിലപാടാണ് ഐഷ പോറ്റി സ്വീകരിച്ചത്, MV ഗോവിന്ദൻ പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പ്രേക്ഷകനെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ബോളിവുഡ് ഫോക്ലോർ ചിത്രം തുംപാട് ഇറങ്ങി 8 വർഷത്തിന് ശേഷം സംവിധായകൻ റഹീം അനിൽ ബാർവയുടെ 2ാം ചിത്രം മായസഭയുടെ ട്രെയിലർ റിലീസ് ചെയ്തു. 5 കോടി മാത്രം മുതൽ മുടക്കിലൊരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായെങ്കിലും പിന്നീട് ലോക സിനിമാ പ്രേക്ഷകർ അൺറേറ്റഡ് മാസ്റ്റർപീസായി വാഴ്ത്തി. സൈക്കോളജിക്കൽ ത്രില്ലർ സ്വഭാവത്തിൽ ഒരുക്കിയിരിക്കുന്ന മായാസഭയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത് 2018-ലായിരുന്നു.
ജാവേദ് ജാഫ്രി പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ വീണ ജാംകാർ, ദീപക് ദാംലെ, മുഹമ്മദ് സമദ് തുടങ്ങിയവരും മറ്റ് പ്രധാന വേഷത്തിലെത്തുന്നു. ചിത്രത്തിന് 3 മണിക്കൂറിലധികം ദൈർഘ്യമുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA റിമാൻഡിൽ. രാഹുലിനെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചു. കോടതിക്ക് മുൻപിൽ യുവമോർച്ച രാഹുലിനെതിരെ പ്രതിഷേധിച്ചു. രാഹുൽ ഉണ്ടായിരുന്ന വാഹനത്തിന് നേരെ ചീമുട്ടയെറിഞ്ഞു. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും കാര്യമായി മുന്നോട്ടു പോയില്ല. ബലാത്സംഗം നടന്നതായി പരാതിക്കാരി പറഞ്ഞ തിരുവല്ല ക്ലബ് 7 ഹോട്ടലിൽ മാത്രമാണ് രാഹുലുമായി തെളിവെടുപ്പ് നടത്തിയത്. പരാതിക്കാരിയുമായി ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു എന്നല്ലാതെ രാഹുൽ ഒന്നും വിട്ടു പറഞ്ഞില്ല. ഒന്നിലധികം ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മൊബൈൽ ഫോണിലെ നിർണായക ഡാറ്റകൾ ലാപ്ടോപ്പിലേക്ക് പകർത്തി സൂക്ഷിച്ചെന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. ഈ ലാപ്ടോപ്പ് എവിടെയെന്നും രാഹുൽ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയില്ല. അടൂരിലെ വീട്ടിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ലാപ്ടോപ്പ് കണ്ടെടുക്കുവാനും കഴിഞ്ഞില്ല. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.